ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അതേ ചില അഭിഷക്തന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവഭക്തരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദന വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവർ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങുകയില്ല. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ മാറട്ടെ, പാതാള മണ്ഡലങ്ങൾ ഉടയട്ടെ. ഐ ഹെബുന ലാൻതോറി ഷക്കെലിയാറാദിയ റോസോ ഹബ്ബുന ഹസ്തിയ. ഈ വചനമായി നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതയോടെ ഭാരത്തോടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് പുതിയ ജോലി മേഖലകൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു ഓരോ വ്യക്തിമണ്ഡലങ്ങളിൽ നിരാശ അവസ്ഥകൾ മാറട്ടെ. കർത്താവെ, ചില വ്യക്തിമണ്ഡലങ്ങൾ അത് കടഭാരത്താൽ ആത്മഹത്യ ചെയ്യണമെന്ന് പദ്ധതിയിടുന്ന, അതിൻ്റെ പിന്നിൽ കൊണ്ടുവരുന്ന ഇരുട്ടിൻ്റെ മരണത്തിൻ്റെ പാതാള ശക്തികൾ, വ്യാപാര ഇരുട്ടിൻ്റെ കോട്ടകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ അവിടുന്ന് അവർക്ക് പകരുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം അവരെ ഹൃദയങ്ങളിൽ പകരുന്നു. ഐ ഹേബോ നാദ ലാന്തോ റോദിയ അർത്ഥം ഷബ ഹബൂഡിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പാതാള ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ തകർന്നു മാറട്ടെ. കർത്താവെ, അവർക്ക് നീ പുതുവാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് അവിടുന്ന് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്നു നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീതി പ്രവർത്തിക്കുന്നവർ മാത്രമേ, ലോകത്തിൻ്റെ നീതിയുണ്ട്, ദൈവത്തിൻ്റെ നീതിയുണ്ട്. എന്നാൽ ദൈവനീതി പ്രവർത്തിക്കുന്നവൻ അതേ ദൈവത്തിൻ്റെ കൂടാരത്തിൽ, കർത്താവ് പണിയുന്ന ആ മനോഹരമായ ഭവനത്തിൽ വസിക്കുവാൻ പറ്റും. അതിന് ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്നവരായി മാറണം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16:30 അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടുകൂടി അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവർ ആ രാത്രി ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിക്കാതെ സ്ഥാനമേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവേ, നിൻ്റെ കൂടാരത്തിൽ
ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഹൃദയം പൂർവ്വമായി സത്യം സംസാരിക്കുന്നവരായി മാറണം. ഒന്ന്, നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരായി മാറണം. രണ്ട്, സത്യം സംസാരിക്കുന്നവരായി മാറണം. ലോകത്തിൻ്റെ നീതിയുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ നീതിയുണ്ട്. ദൈവനീതി പ്രവർത്തിക്കുന്നവൻ മാത്രമേ ഈ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ദൈവം പണിയുന്ന, ശില്പിയായി പണിയുന്ന ആ മനോഹരമായ ഭവനത്തിൽ വസിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നു തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ, ഇന്ന് അനേകർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി പ്രകാരം നടക്കുന്നവരാണ്. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കണ്ടോ, അവർ സ്വന്തം നീതിക്ക് വേണ്ടി നടക്കുന്ന അനേകരുണ്ട്. ദൈവം പറയുന്ന വാക്കുകൾ അനുസരിക്കാതെ. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ യേശുക്രിസ്തു പറയുന്ന വാക്കുകളെ അനുസരിക്കുവാൻ തയ്യാറല്ല. എന്നെ കേൾക്കുന്ന അൻപ് സഹോദരന്മാരെ, എൻ്റെ മാതാപിതാക്കളെ, നീ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് അത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുമ്പോഴാണ് അത് നീതിയായി മാറും. നീ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയായി മാറണം. നീ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്ന മാതാവായി മാറണം. നീ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്ന സഹോദരന്മാരായി മാറണം. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്തിലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായും നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുൾ ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നോ യവനെന്നോ എന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതേ, നീ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നീ ഇന്ന് നീതി പ്രവർത്തിക്കുന്നവനായി മാറുവാൻ സാധിച്ചാൽ നിനക്ക് അവൻ അനുഗ്രഹത്തെ നൽകപ്പെടുന്ന ദൈവമാണ്. അവൻ നിനക്ക് പുതുവാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. അവൻ നിൻ്റെ സാഹചര്യത്തെ മാറ്റുന്ന ദൈവമാണ്.
അതിനപ്പുറമായി അവൻ നിനക്ക് നിത്യതയെ ഒരുക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവേ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ നീതി പ്രവർത്തിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ നീതിയാണ് നീ രക്ഷിക്കപ്പെടണം. രണ്ട്, ദൈവത്തിൻ്റെ നീതിയാണ് നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത് ജലത്തിൽ മുങ്ങി സ്നാനപ്പെടണം. മൂന്ന്, ദൈവത്തിൻ്റെ നീതിയാണ് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നാല്, ദൈവത്തിൻ്റെ നീതിയാണ് നീ വിശുദ്ധ ജീവിതം നയിക്കണം. നീ ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നിനക്ക് ഒരു നിത്യതയെ അവൻ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യനിർമ്മിതമായല്ല, വജ്രങ്ങളും വൈഡൂര്യങ്ങളും രക്തങ്ങളും മുത്തുകളും വിലയേറിയ ഒരു അതിമനോഹരമായ ഭവനം യേശുക്രിസ്തു നമുക്ക് വേണ്ടി അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയി ഒരു ഭവനമൊരുക്കും. ഭവനമൊരുക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ വന്ന് വീണ്ടും ചേർത്തുകൊള്ളാം എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരു നല്ല ഭവനത്തെ ഒരുക്കുവാൻ അവൻ സ്വർഗത്തിൽ പോയിരിക്കുകയാണ്. നിശ്ചയമായി ആ ഭവനം ഒരുക്കിയതിന് ശേഷം അവൻ നമ്മളെ ചേർത്തുകൊള്ളുവാൻ വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ക്രിസ്തുവാകുന്ന വാതിലൂടെ അല്ലാതെ, ക്രിസ്തുവാകുന്ന വഴിയിലൂടെ അല്ലാതെ, ക്രിസ്തുവാകുന്ന പാതയിലൂടെ അല്ലാതെ നമുക്ക് നിത്യ ജീവിതത്തിൽ നിത്യതയിൽ കടക്കുവാൻ സാധ്യമല്ല. യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാപിതാവേ, നീ യേശുവിനെ രക്ഷിക്കപ്പെടാതെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്ത വ്യക്തി ജീവിതമാണോ? എന്നാൽ യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ ഇന്ന് ആ നീതി പ്രവർത്തിക്കുവാൻ, ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുവാൻ നീ ഇന്നൊരു തീരുമാനമെടുത്താൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറും. നിൻ്റെ കുടുംബത്തിൽ സമൃദ്ധിയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധിയും നൽകുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അതിന് നിൻ്റെ വായ് കൊണ്ട് ഒന്ന് ഏറ്റുപറയുക, കർത്താവേ, ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. അവിടുത്തെ വിശുദ്ധ രക്തത്താൽ, യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അങ്ങ് 3-ാം ദിവസം ഉയർത്തു. അതേ, അങ്ങ് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തു. അങ്ങ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഞങ്ങളെ ചേർത്തുകൊള്ളുവാൻ നീ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എൻ്റെ പാപങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ, അവിടുത്തെ രക്തത്താൽ കഴുകണമേ. അപ്പാ യേശുവേ, അങ്ങ് ഇന്നെൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നീ ഒരു വാക്ക് നീ ഇരിക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷനും വലിയ കരുതലും നിനക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുകയും ചെയ്യുന്നവൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിഷ്കളങ്കനായി നടന്ന്
നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. യഹോവയുടെ കൂടാരത്തിൽ നീ പാർക്കണമോ? നിൻ്റെ ജീവിതത്തിൽ അനേക ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒന്ന്, യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ നീ നിഷ്കളങ്കനായി നടക്കണം. 2, നീതി പ്രവർത്തിക്കുന്നവനായി മാറണം. 3, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവനാകണം. 2, നാവുകൊണ്ട് കുരള പറയാതെ, കള്ളം പറയാതെ, ദോഷം ചെയ്യാതെ നീ ഇരിക്കുന്നവനായി മാറണം. 5, കൂട്ടുകാരനെതിരെ ദോഷം ചെയ്യാതെ, കാണപ്പെടുന്ന സഹോദരനെതിരെ നീ അപവാദം പറയുന്ന വ്യക്തിയാണോ? നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ നീ ദോഷം ഇല്ലാത്ത കാര്യങ്ങൾ അപവാദം പറയുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അസൂയയുടെ ദുരാത്മാവുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെയുള്ളവർക്ക് ആർക്കും യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ സാധിക്കത്തില്ല. യഹോവയെ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിനക്ക് യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ നീ നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിനക്ക് യഹോവയുടെ കൂടാരത്തിൽ പാർക്കണമെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരെ മാനിക്കുന്നവരായി സൽക്കരിക്കുന്നവരായി മാറണം. നീ കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ നിന്ദിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിനക്ക് യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ, കർത്താവ് നിർമ്മിക്കുന്ന ഭവനത്തിൽ വസിക്കുവാൻ സാധ്യമല്ല. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദന വന്നാലും മാറാത്തവൻ. നീ യഹോവ ഭക്തനെ, കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ സൽക്കരിക്കുന്നവനായി, ആദരിക്കുന്നവനായി, ബഹുമാനിക്കുന്നവനായി മാറണം. എന്നെങ്കിൽ മാത്രമേ നിനക്ക് യഹോവയുടെ കൂടാരത്തിൽ വസിക്കുവാൻ സാധിക്കത്തുള്ളൂ. യഹോവയെ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ, തൻ്റെ നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ കൂടാരത്തിൽ നിനക്ക് വസിക്കണമെങ്കിൽ നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുവാൻ സാധിക്കണം. നിൻ്റെ കൂട്ടുകാരനെതിരെ അപവാദം പറയുന്ന വ്യക്തിയായി മാറരുത്. അപവാദം പറയുന്ന വ്യക്തിയാണെങ്കിലോ നിനക്കൊരിക്കലും ഉയരുവാൻ സാധ്യമല്ല, ഭൗതികമായി ഉയരുവാൻ സാധിക്കത്തില്ല. നീ ഇല്ലാത്ത അപവാദം പറയുന്ന വ്യക്തിയാണോ, നിൻ്റെ ആത്മീയ മണ്ഡലം ഇടിഞ്ഞു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നിനക്ക് ആരാധിക്കുവാൻ പറ്റത്തില്ല, നിനക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നിൻ്റെ സുഹൃത്തുക്കൾ നിന്നിൽ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കട്ടെ. കൂട്ടുകാരനെതിരെ അപവാദം പറയാതെ അവൻ എന്നിൽ ശ്രേഷ്ഠനാണ്, എന്നിൽ കഴിവുള്ളവനാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെ. നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. അതെ, കൂട്ടുകാരനെതിരെ ഇല്ലാത്ത അപമാനങ്ങൾ ഉണ്ടാക്കരുത്. അവൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ കണ്ടു കേട്ടു എന്ന് ഊഹവാക്കുകളെ, സത്യമില്ലാത്ത വാക്കുകളെ നീ പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാനുള്ള ചാൻസ് നിനക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ ജാഗ്രതയായിരിക്കണം. അല്പ ലാഭത്തിനു വേണ്ടി, അല്പ പണത്തിനു വേണ്ടി, അല്പ സുഖത്തിനു വേണ്ടി, അല്പ വസ്തു കിട്ടുവാൻ വേണ്ടി, അല്പം ജോലിക്ക് വേണ്ടി നിന്നെ കൂട്ടുകാരനെ നീ ഒറ്റിക്കൊടുക്കുന്നവനായി മാറരുത്. നീ കൂട്ടുകാരനെ, അവനെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും കഴിയുന്ന വ്യക്തിയായി മാറട്ടെ. നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുകയും ചെയ്യുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദന മാറാത്തവൻ.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ സത്യം അറിഞ്ഞിട്ട് നീ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് സത്യമറിഞ്ഞിട്ട് നീ മരിക്കേണ്ടി വന്നാലും മാറരുത്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും നിനക്ക് ഒരു മരിക്കുവാൻ വേണ്ടി ഒരവസരം വന്നാലും ആ സത്യത്തിന് വേണ്ടി നീ നിലകൊള്ളുന്നവനായി നിൽക്കണം. ആ സത്യത്തിന് വേണ്ടി, ആ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായി മാറണം. അവിടെയാണ്, അങ്ങനെയുള്ളവർക്കാണ് യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ സാധിക്കുന്നത്. നീ സത്യം അറിഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും നീ ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനായി. ആരാണ് സത്യം? സത്യം യേശു കർത്താവാണ്. അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ മുഖാന്തരമല്ലാതെ ആർക്കും തൻ്റെ പിതാവിൻ്റെ അടുത്ത് പോകുവാൻ സാധ്യമല്ല. സത്യം ചെയ്തിട്ട് ചേതന വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും, അത് യഹോവയുടെ കൂടാരത്തിൽ പാർക്കണമെങ്കിൽ അടുത്ത ക്വാളിറ്റി, അതേ തൻ്റെ പണം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവയുടെ കൂടാരത്തിൽ നിനക്ക് പാർക്കണമോ? നീ പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ സാധ്യമല്ല. ഈ വചനം കേൾക്കുമ്പോൾ പലിശയ്ക്ക് കൊടുക്കുന്ന അനേക വ്യക്തികൾ കേൾക്കുന്നുണ്ട്. അവർ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ യഹോവേ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. അതെ, നീ പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയാണോ? അത് മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിനക്ക് യഹോവയുടെ കൂടാരത്തിൽ പാർക്കണമോ? നീ ആ പാപത്തെ ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. യഹോവേ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അവമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവഭക്തനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ചേതന വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തതിന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങുകയില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണോ? നീ കൈക്കൂലി വാങ്ങുന്ന വ്യക്തിയായി മാറരുത്. ദൈവത്തിൻ്റെ വചനം പ്രകാരം നീ കൈക്കൂലി വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നീ നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയായി അല്ല, നീ അനീതി പ്രവർത്തിക്കുന്ന വ്യക്തിയായി മാറും. അത് നിൻ്റെ ജീവിതത്തിൽ ശാപമായി മാറും. കൈക്കൂലി വാങ്ങാതെ നിനക്ക് അർഹിതപ്പെട്ട ജോലി ശമ്പളം വാങ്ങുവാൻ സാധിക്കട്ടെ. അല്ലെങ്കിൽ ആരെങ്കിലും തരുവാണെങ്കിൽ സ്നേഹത്തോടെ തരുവാണെങ്കിൽ മേടിക്കുക, കൈക്കൂലി മേടിക്കാതെ. അങ്ങനെയുണ്ടെങ്കിൽ നിനക്ക് യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ സാധ്യമല്ല. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങുകയില്ല. യഹോവേ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്നു നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനം കേട്ട അനേകരുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ, അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടവരണമേ. കർത്താവേ, കേട്ട വചനങ്ങൾ അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് നീതി പ്രവർത്തിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടപ്പ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ബലഹീനതകൾ വന്നുപോയി, അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ, ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുവാൻ, അത് ഏറ്റെടുക്കുവാൻ കർത്താവേ, ഓരോരുത്തരുടെ ജീവിതത്തിൽ കേട്ട വചനം അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടവരട്ടെ. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പാതാള ശക്തികളെ ശാസിക്കുന്നു. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. അന്ധകാരത്താൽ ഭവനത്തെ മൂടിയിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളിൽ
കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളിൽ അടഞ്ഞ വാതിലുകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തുറക്കട്ടെ. ഐ ഹേബോന ലാംതോറി ഹസ്തിയ ആർ കേബോന ഹത്തിയ നാജോറു ഹാബിയാന ഹസ്തിയ. കർത്താവെ, കേട്ട ഓരോ വ്യക്തികളും നീതി പ്രവർത്തിക്കുന്നവരായി യഹോവയെ നിൻ്റെ കൂടാരത്തിൽ ആര് പാർക്കും? അതെ, നീതി പ്രവർത്തിക്കുന്നവരായി മാറുവാൻ കർത്താവെ ഓരോരുത്തർക്കും അവിടുന്ന് കൃപ നൽകണമേ. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. രോഗത്തിൻ്റെ വ്യാപാര ശക്തികൾ ഭവനത്തിൽ നിന്ന് മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. പുതുവാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഐ ഹെൽബറോ ഹസ്തിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളും മാറട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.